പ്പെടുകയാണ്. ഈ പ്രഭാത ഞങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇടവരുത്തിയ കൃപയോർത്തുന്നു നന്ദി പറയുന്നു. ഞങ്ങൾ സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് അതിന്റെ ഒരു ട്രയൽ റൺ നടത്തുവാൻ കർത്താവ് ഹിതമായതോർത്തുന്നു നന്ദി. ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കുവാനും കർത്താവെ ഞങ്ങളെ അവിടെ നിരയാക്കി, അത് എഡിറ്റ് ചെയ്യുവാനും ഒക്കെയും സഹോദരൻ പോളിനെ അവിടെ നിരയാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമീകരിച്ച് തന്നു ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ചുകൂടി ഇരിക്കുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടാകുകയും അങ്ങയുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടെ നിരയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചത്തെ ദിവസം ഏറ്റവും അധികം ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അവിടെ നിരയാക്കണം. കുറവുകളും പോരായ്മകളും ഒക്കെ പരിഹരിക്കപ്പെടുവാൻ എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി തീരുവാനും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആമേൻ. ബാച്ച ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ആ സ്നേഹ കൂട്ടായ്മ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ ഫ്രെയിം, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ബാച്ച അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തിരിക്കുക. ജോൺ ബെഞ്ചമിൻ മ്യൂട്ടാണ്. ഓക്കെ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സ്നേഹ കൂട്ടായ്മ എന്നുള്ള ഒരു ഫ്രെയിമാണ്. ഉണ്ട്. അത് ഓരോ തവണ വീഡിയോ ഇടയ്ക്കിടയ്ക്കാണല്ലോ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓരോ തവണ വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്കിള് പറയണമല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ കാര്യങ്ങൾ. അതിന് തൊട്ട് മുമ്പായിട്ടൊരു 3 സെക്കൻഡ് ഇതിങ്ങനെ ഫ്ലിക്കർ ചെയ്യും. സോ ദാറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ യു ടു know that you have to say something. അതെ, ഓക്കേ. വെരി ഗുഡ്. that is the indication. Yeah. തുടങ്ങുക. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ 7:30 മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ആദ്യത്തെ പാട്ട്. ജീവവാക്യമോതുവാൻ വരൂ, ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ വലിയവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. മാനസം കനിഞ്ഞിടുവാനാ, ഗാനമാല്യമേകിടുവാനാ, മാനസം കനിഞ്ഞിടുവാനാ, ഗാനമാല്യമേകിടുവാനാ. ആവസിക്ക എന്റെ ദേവിയിൽ, ദിവസിക്ക എന്റെ ജീവനിൽ, ആവസിക്ക എന്റെ ദേവിയിൽ, ദിവസിക്ക എന്റെ ജീവനിൽ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ,
യേശുവേ നീ വല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാരമുന്മയുള്ളോനേ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാരമുന്മയുള്ളോനേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ, വല്ലഭാത്മമാരി നൽകണേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നേ, വല്ലഭാത്മമാരി നൽകണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ. യേശുവേ നീ വല്ലവൻ, യേശുവേ നീ വല്ലവൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. ജോൺ ബെഞ്ചമിനുകളെ, ഹലോ ജോൺ ബെഞ്ചമിനെ, ഇപ്പൊ ഈ കണ്ടൊരു ഫ്ലിക്കറിംഗ് കണ്ടോ? ഇത് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വന്നല്ലോ. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയേണ്ടത്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ഇപ്പൊ ഈ പാടിയ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ കൗണ്ട് ഡൗൺ സോങ് ആണ്. കൗണ്ട് ഡൗൺ ആണ്. അത് 7 മിനിറ്റ് ആണ് അതിന്റെ ലെങ്ത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം? 7:30 7:23 ഈ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങണം. ശരി, നമുക്ക് കൃത്യം 7:30 തന്നെ നമുക്ക് കൃത്യം 7:30 അങ്കിളിന്റെ അനൗൺസ്മെന്റ് തുടങ്ങും. ഫസ്റ്റ് അനൗൺസ്മെന്റ് 7:30 വരും. അപ്പോ ഈ പാട്ട് 7:23 പ്ലേ ചെയ്യാൻ നമ്മൾ ഓർക്കണം. കാരണം കൗണ്ട് ഡൗൺ സോങ് ആണെന്നുള്ളതുകൊണ്ട് ഈ പാട്ട് കേട്ടോണ്ടായിരിക്കും ആൾക്കാർ എൻ്റർ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ 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 ഓക്കെ. അപ്പൊ ജോൺലി ജോമോനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? 7:23 കേട്ടോ. 7:23 പാട്ട് പ്ലേ ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പൊ ഫ്ലിക്കർ ചെയ്ത പോലെ ഇപ്പൊ തന്നെ ഫ്ലിക്കർ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇത് 3 സെക്കൻഡേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ അങ്കിളിന്റെ അനൗൺസ്മെന്റ്. താങ്ക് യു. മനസ്സിലായി. അത് വന്നോണ്ടിരിക്കും, കുഴപ്പമില്ല. അങ്കിൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ ഫ്ലിക്കറും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്കിൾ പറഞ്ഞു കേട്ടോ. ശരി, ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ, അടുത്തത് പിന്നെ ഫിലിപ്പ് സാറിന്റെ പ്രാർത്ഥിച്ച് ആരംഭിക്കുക അല്ലേ? ഓക്കെ, ഓപ്പണിംഗ് പ്രേയർ. അതിനു മുമ്പ് ജനറൽ ഇൻട്രൊഡക്ഷൻ വരത്തില്ലേ? വരും. അത് ഞാൻ പറഞ്ഞോളാം. ഞാനത് പറഞ്ഞോളാം. ഇപ്പം പറയുന്നില്ല. അപ്പൊ ഫിലിപ്പ് സാർ പ്രാർത്ഥിക്കുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു. അതെ, ഓക്കെ. May I request Brother K. Philip to kindly open the Sneha Kootaima
in prayer. Brother K. Philip Mailapra. മഹത്വസമ്പൂർണനായ മഹാദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ സമ്മേളിക്കുവാൻ അവിടുന്ന് സഹായിച്ച ഒരു സ്തോത്രം. തിരുവല്ല മെഡിക്കൽ മിഷൻ അതിൻ്റെ 86 വർഷത്തെ സേവനം നിർവഹിക്കുവാൻ അവിടുന്ന് സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവസ്നേഹം ഈ നിലയിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, വിശേഷിച്ച് സാധുക്കളും രോഗികളും ഒക്കെ ആയ സമൂഹത്തോട് കാണിക്കുവാൻ അവിടുന്ന് സഹായിച്ചത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ആരംഭമായിരുന്നെങ്കിലും ഇന്ന് ഇത്ര വലിയ തോതിൽ അത് ആക്കി തീർത്തത് അവിടുന്നാണ്. അതിൻ്റെ എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ തരുന്നു. ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം. അവിടെ ഞങ്ങളുടെ എബനേസറായി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്ത് ഇതിൻ്റെ ഭാവി അനുഗ്രഹത്തിനായിട്ട്, ഭാവി മുന്നേറ്റത്തിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തുടർന്നും അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ ഈ ശുശ്രൂഷ കൊണ്ട് മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. Amen. Okay. All right. So, Brother Benny Philip, Secretary of the Trust, will come forward and formally welcome the gathering. Benny Philip. ബെന്നി ലൈവ് ആണ്. ബെന്നി ലൈവ്. ഓക്കെ ഓക്കെ ഓക്കെ. ബെന്നി ലൈവ്. കുഴപ്പമില്ല. അപ്പൊ അന്നേരം അത് പറഞ്ഞോളാം. ഓക്കെ. Now Colonel retired Alex Varghese, our chairman, will deliver his chairman's address. So may I request Colonel Alex Varghese to come forward and deliver the chairman's address. Okay. ഈ ഇപ്പൊ ഇടുന്നത് പഴയതാണ്. അത് നമ്മൾ പക്ഷെ അല്ല ചേഞ്ച് ചെയ്തല്ലേ? ഓക്കെ ചേഞ്ച് ചെയ്തു. ഇത് പുതിയതാ. ഓക്കെ. We have come together on this Zoom platform, and the only cord that binds all of us is that we all love TMO. Some of you at some time or other must have passed through the premises of this great hospital. 86 years is a long time. Being either staff here or you've been ex-committee members or doctors, whatever. As I said, we all love TMO. We have come to thank God for what He has done to us all through these years. From a 6-bedded hospital to become in this fashion and almost waiting to become a 500-bedded hospital with new facilities, equipment, we have lots and lots of things to thank God for. Basically, this year we started with the intention that we will give more emphasis on spiritual affairs. But the sudden advent of COVID had a great impact on the revenue of the hospital, not only us, all over the world. But today, we proudly can say that God has been very kind with us. He did not let us down. We could continue giving our staff the full salary, and we did not cut down any departments. And then we had, when the second wave came, the great problem of oxygen crisis. We looked to the Lord and informed our dear friends abroad and all around the country
They opened their hands and their minds, and we were provided the sufficient funds required for oxygen plant. Many organizations suddenly approached us and provided us various equipments needed for treating the COVID patients. I wish to thank Lord for them and for all the dear ones. Another emphasis that we have laid upon is to bring in the ex-committee members into our fold. And also we have made an effort to reach out to the churches, brethren churches all around the world. Now to talk about Diwan Bahadur Hospital Trust Association and its various institutions. As you know, in this hospital, the TMM, the 4 floors, additional floors what we have made is about to be finished. We are going to have a beautiful facility with almost a world-class ambience. In college, we had faced a lot of problems because of the COVID restrictions, but the online classes were also taken, and also exams were conducted with PP kit. Mandamarthi Hospital's 3-story building is going on, and will be ready for inauguration soon. And Vajur, we have got our old parents, which are being looked after. I'll request you all to pray for us and join us in this Thanksgiving meeting. Thank you once again. God bless you all. Okay, next is the inaugural address. Inaugural address will be done by George S. Matthew. Although George S. Matthew hails from Tiruvalla, but now he is settled in the United States, and he is representing one of the most prestigious charity institutions in the United States, GMI, Gospel Missions of India. So may I request Brother George S. Matthew to come forward and deliver the inaugural address. And immediately followed by George Matthew, there will be a presentation of the charity work by Brother George Goshi, the former chairman. So George Matthew, followed by Brother George Goshi. Dear fellow believers and friends of Tiruvalla Medical Mission, it is my honor to join with you on this occasion to remember and to give thanks to God for what He is doing at TMM. My name is George Matthew. I'm from Chicago, Illinois, and I'm on the board of Gospel Missions of India based in the USA. I'm also one of the grandsons of Mr. P.V. George, who was involved with TMM during its inception over 80 years ago. Since my grandfather passed away before I was born, I only know of my grandfather from stories I have heard about him from his daughter, Lily, who was my mother, and also from reading his book, The Unique Christ and the Mystic Gandhi. This gathering is to recognize that same unique Christ that my grandfather wrote about and his faithfulness to TMM. Jesus Christ was unique because of his virgin birth, because he lived a sinless life, he healed the sick, loved the unlovable, and above all, in how he offered himself up as a sacrifice for the sins of mankind. He continues to be unique, since we read in God's word that there is no other name under heaven given among men whereby we can be saved. TMM shares the compassion of our unique Christ through the sacrificial service the doctors, nurses, and staff provide to those who come to TMM. It will be a blessing to meet many in heaven who might have come to know the Lord through TMM. When you look back at the humble beginnings of Tiruvalla Medical Mission Hospital and you look at TMM today, I'm sure that if this were not a virtual gathering, we would be raising our voices and singing, "Great is thy faithfulness, O God, my Father." Dear friends, I'm sure you will agree with me
if I said, this is the Lord's doing, and it is marvelous in our eyes. My other connection with TMM is that my father's sister, Mrs. Rachel Koshi, and her family donated their property for building TMM's nursing school in Kavur. Their house name is Ebenezer, and I'm sure the board, the staff, and all of us supporters of TMM would rise up today and say, hitherto hath the Lord helped us. I am privileged to currently serve as the president of Gospel Missions of India. We have been honored to partner with TMM in various ways over the years. I want to convey our felicitations to and continued prayers for TMM in the days ahead. As William Carey reminded us, our prayer is that TMM would also expect great things from God and attempt great things for God. Thank you, and may we give all glory to God. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. 8 പതിറ്റാണ്ടിലധികം കാലം ദീർഘിക്കുന്ന തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തേണ്ടത് ഈ സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയാണ്. ദിവാൻ ബഹദൂർ ഡോക്ടർ വി വർഗീസ് ഇതൊരു ആതുര ശുശ്രൂഷ കേന്ദ്രമായി ആരംഭിച്ചപ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് മഹനീയമായ ഒരു ലക്ഷ്യം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ആർക്കെങ്കിലും കൈമാറുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ പ്രാർത്ഥനാ മനുഷ്യനായ ബ്രിസ്റ്റലിലെ ജോർജ് മുള്ളറുടെ സമാന ആത്മീക കാഴ്ചപ്പാടുള്ള ആളുകളെ അദ്ദേഹം അന്വേഷിച്ചത്. യുണീക് ക്രൈസ്റ്റ് ആൻഡ് മിസ്റ്റിക് ഗാന്ധി എന്ന വിഖ്യാത ഗ്രന്ഥത്തിലൂടെയും തന്റെ ആത്മീക കാഴ്ചപ്പാടുകളിലൂടെയും ബ്രദറൻ സമൂഹത്തിൽ തലയെടുപ്പോടെ നിന്ന തിരുവല്ല PV ജോർജ് സാറാണ് ഡോക്ടർ ചച്ചുവിടുമായി ഡോക്ടർ വി വർഗീസിനെ ബന്ധിപ്പിച്ചത്. അങ്ങനെ ബ്രദറൻ മിഷണറി ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലേക്ക് ഈ സ്ഥാപനം വന്നതോടെ ദർശനം കൂടുതൽ മിഴിവുള്ളതായി തീരുകയായിരുന്നു. സെർവ് വൺ അനദർ ഇൻ ലവ് എന്നതാണ് TMMന്റെ ആപ്തവാക്യം. പരമവൈദ്യനെ പരിചയപ്പെടുത്തുക എന്നതാണ് TMMന്റെ മുഖ്യ ലക്ഷ്യം. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയും വിധം മികച്ച ആതുര ശുശ്രൂഷ നൽകുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപിത നയം. ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുക എന്നതാണ് മുദ്രാവാക്യം. ഈ ദശാബ്ദങ്ങളിൽ അത്രയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ TMM ടീം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, കിതപ്പും കുതിപ്പും ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ദൈവം കൈപിടിച്ച് നടത്തുന്നു എന്നല്ലാതെ പുകഴുവാൻ മറ്റൊന്നുമില്ല. നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ TMMൽ നടത്തി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 2.5 കോടിയോളം രൂപയുടെ സൗജന്യ സേവനമാണ് TMM അർഹിക്കുന്നവർക്ക് നൽകിയത്. നമ്മുടെ ആത്മീക പ്രവർത്തകരും സമുദായ ഭേദം കൂടാതെയുള്ള സാധു ജനങ്ങളും TMM സ്റ്റാഫ് ഉൾപ്പെടെ അർഹതയുള്ള എല്ലാവരും ഈ നന്മ പ്രവൃത്തിയുടെ പരിധിയിൽ വരുന്നുണ്ട്. നമ്മുടെ നഴ്സിംഗ് പരിശീലന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള അനേക കുഞ്ഞുങ്ങളുണ്ട്. 4 ലക്ഷത്തിലധികം രൂപയാണ് പ്രതിവർഷം ഫീസ് ആനുകൂല്യമായും സ്കോളർഷിപ്പായും നൽകുന്നത്. അത് വരും വർഷങ്ങളിൽ വർദ്ധിപ്പിക്കണം എന്ന താല്പര്യം ഞങ്ങൾക്കുണ്ട്. നിരവധി കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമായി മാറുന്നുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നത് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ നിർലോഭമായ സഹകരണം കൊണ്ടാണ്. അതുകൊണ്ടുകൂടെയാണ് വളർച്ചയുടെ വഴിത്താരയിൽ ആശ്വാസത്തിന്റെ കരം നീട്ടിയ നിരവധി സംഘടനകളുണ്ട്, നിരവധി ശുശ്രൂഷകളുണ്ട്. TMMന്റെ നന്മ അനുഭവിച്ചവരുണ്ട്. ഇവിടെ പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ലോകമെങ്ങുമുള്ള ദൈവജനമുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയും സാധിക്കുന്നത്. എല്ലാത്തിലും ഉപരി ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഈ സ്ഥാപനങ്ങളുടെ മേൽ ഇത്രത്തോളം ഉണ്ടായിരുന്നു. തുടർന്നും ദൈവത്തിന്റെ കരവും ദൈവജനത്തിന്റെ പ്രോത്സാഹനവും ദൈവമക്കളുടെ നേതൃത്വവും ഈ സ്ഥാപനം
ദർശനം നഷ്ടപ്പെട്ടാൽ ജനം നശിച്ചു പോകും എന്നാണ് തിരുവചനം. പിതാക്കന്മാർക്ക് ലഭിച്ച അത്യുന്നത മിഷണറി ദർശനത്തിൽ നിന്നും കടുകിട മാറുവാൻ TMM ഇടയാകരുത് എന്ന് നമുക്ക് ഏവർക്കും തുടർന്നും പ്രാർത്ഥിക്കാം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ഇരിക്കട്ടെ. കരങ്ങൾ കോർത്തു പിടിച്ച് നമുക്ക് മുന്നേറാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഈ സെഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. TMM ട്രസ്റ്റിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന സഹോദരൻ സജി മാത്യു, I request him to close this session in prayer. സജി മാത്യു. അത് ലൈവാണ്. സജി മാത്യു ലൈവാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് 13ാമത്തെ GK 13ാമത്തെ അടുത്തതായിട്ട് നമ്മുടെ ടെസ്റ്റിമണി ആരംഭിക്കുകയാണ്. First of all, I request Elsie Baby, who was a student of our School of Nursing a long time ago, and now she is settled in the United States. She is an eminent writer among the brethren community. So may I request her to say her testimony about TMM. Sister Elsie Baby, Atlanta. When I think of TMM, my memory is 5 to June 29th, 1954, the day my father left me at TMM from Angamali to Tiruvalla. That was a day-long journey by train in those days. I have decided to take the nursing just because I didn't want to get married, because my parents were arranging marriage at the age of 17 years old. In those days, nursing was considered to be a mean job, and no one from a decent family will marry a nurse. So that is the reason why I have decided to take the nursing. The first memory in my mind is first time I saw 2 missionary sisters in white uniform welcomed us, and I thought they were angels. That was really true. They were angels. Came from England to Kerala at TMM to serve the Lord. And then my first experience in nursing was heartbroken, because at the preliminary training was included nursing education along with personal hygiene, that is washing and cleaning the dirty bedpans and urinals, and also washing the dusting and cleaning of patients' furnitures and all. That was really upset me. I thought of going back home, but the things that were attracted me was the spiritual experiences I have enjoyed in TMM Hospital. The Bible study, prayers, singing, and congregational meetings by Dr. Churchwood and family and the missionaries, and also the TC Mariama Kochuma, she was my home matron. But the strong foundation that I have received in spiritual, moral, and social and professional areas were the secret of my success in my married life, family life, professional life. Wherever I went after leaving TMM at 1959 after my marriage, I thank God for His plan for me as a teenage girl to lay a strong foundation, and the light that I have lit from TMM is still shining in my life. Wherever I went in different parts of India and finally in America, I could succeed, and my life was successful just because of the strong foundation. I challenge the young nurses to consider nursing as a noble profession, and the foundation that you lay at TMM will be with you till the end of your life, and I am the witness. May the Lord bless TMM Hospital to prosper and useful for many of the healing of the physical healing and also spiritual healing. Thank you for giving me this opportunity to testify about TMM. May God bless you. To God be the glory. Amen. Amen. Praise the Lord. Thank you, Sister Elsie, for that wonderful testimony. Okay, the testimony now continues. Next testimony will be from a long-time patient of Varur, Sister Eliamma Tundil
followed by a staff nurse from TMM Mannamaruthi, Sister Johnshi Abraham, then a TMM alumnus, TMM College of Nursing alumnus who is working in New Zealand. His name is Mr. M.V. George. And finally, a staff from TMM Tiruvalla, Renu Anu Chako. So Eliama Thundil, Varur, John C. Abraham Mannamaruthi, George M.V. New Zealand, Renu Anu Chako Tiruvalla. I request all of them to say their testimony about TMM. Thank you. എൻ്റെ പേര് ഏലിയാമ്മ ജേക്കു, തുണ്ടിയത്ത് വാഴൂർ. വാഴൂരിലെ കുടങ്ങൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ അടുത്തായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. ഞങ്ങൾ സാധാരണ ആശുപത്രിയിലെ ആവശ്യത്തിന് വരുമ്പോൾ ഈ ഹോസ്പിറ്റലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട് ഈ ഹോസ്പിറ്റലുമായിട്ട് ദീർഘകാലത്തെ പരിചയമാണ്. എന്നാൽ ഈ ആശുപത്രിയുടെ ആരംഭകാലങ്ങളിൽ ആവശ്യത്തിനുണ്ടായിരുന്നതായിട്ടുള്ള മെഡിസിൻ ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്കൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നിരുന്നു. ആ ബസ് സർവീസ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു ഫാർമസിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന മാർത്ത, ശീമോനി, കൊച്ചേരിയമ്മ ഇവരൊക്കെ വരികയും പോവുകയും ചെയ്ത് തന്നെയല്ല, ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ സിസ്റ്റേഴ്സൊക്കെ വളരെ സ്നേഹത്തോടെ കാര്യമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്ന ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇത് ഹൈറേഞ്ചിന്റെ ഇതായിരിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ ഈ സൈഡും ആയിരുന്നിരുന്നുകൊണ്ട് പഴയ കാലത്ത് ഈ ചുറ്റുവട്ടത്തുള്ളതായിട്ടുള്ള ഹോസ്പിറ്റൽ വരുന്നതിന് മുമ്പേ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സർവീസ് നടത്തുക, മേജർ ഓപ്പറേഷനുകളൊക്കെ നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ തന്നെ കാര്യം പറഞ്ഞാല് ഞങ്ങളുടെ കസിൻസിനൊക്കെ ഈ വിഷമത വരുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ഓപ്പറേഷന് സിസേറിയന് ഇതൊക്കെ ആ കാലയളവിൽ ചെയ്തിട്ടുള്ളത് ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്. ഇവിടെ 1967 എൻ്റെ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വലത്തെ മുട്ടിന്റെ നീ ക്യാപ് പാറ്റില തകർന്ന് ഒരു ആക്സിഡന്റിൽ വളരെ വിഷമതയായിട്ടുള്ള സ്ഥിതി വന്നപ്പോൾ അന്ന് ഡോക്ടർ ബെഞ്ചമിൻ, ഡോക്ടർ റിബക്ക തോമസും ഉണ്ടായിരുന്നു. അവരുടെ വിദഗ്ധമായിട്ടുള്ള ഓപ്പറേഷനും ശുശ്രൂഷയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന്റെ സഹകരണവും അത് പരിപൂർണ സൗഖ്യം തന്നെയല്ല, ഒരു ഞൊടന്താട്ട് ഒരു ഏന്താട്ട് യാതൊന്നും ഇല്ലാതെ പൂർണ്ണ സൗഖ്യമായിട്ട് മടങ്ങുവാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയെ അവരിൽ കൂടെ പ്രവർത്തിച്ച പ്രവർത്തനം മാത്രമാണ്. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് അടുത്ത് കിട്ടിയോണ്ട് അതിൻ്റെതായിട്ടുള്ള വലിയ നേട്ടം. ഒരു കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന പോലെ അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയും ശുശ്രൂഷ അനുഭവപ്പെടുമ്പോൾ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പെരുമാറാറുണ്ട്. അടുത്ത കാലത്തായിട്ടുള്ള ഒരു സംഭവം പറയാനായിട്ടുള്ളത്, എൻ്റെ ഭർത്താവിനെ 2018 സുഖമില്ലാതായ സമയത്ത് ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ രാപകലില്ലാതെ ശുശ്രൂഷയുടെ ആവശ്യമുള്ളതും വളരെ വിഷമതയോടുകൂടെ ഉള്ളതായിട്ടുള്ള സാഹചര്യമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സ്നേഹത്തോടുകൂടെ ശുശ്രൂഷ അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ലഭിച്ചിരുന്നത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഞങ്ങൾ പിന്നീട് ചെല്ലുന്നതായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഈ വിവരം പറയാറുണ്ട്, ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ സർവീസിനെ പറ്റി. ഹോസ്പിറ്റലിലെ നാഷണൽ ഹൈവേയുടെ സൈഡിലായിരിക്കുന്നതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ പ്രയോജനം വളരെയധികമായിട്ട് മനുഷ്യർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത് ഡെവലപ്പ് ചെയ്താല് ചുറ്റുവട്ടത്തുള്ളതായിട്ടുള്ള അനേകർക്ക് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ തന്നെ ഒത്തിരി പ്രയോജനമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ദൂരെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയത്ത് അങ്ങനെ ആയിരുന്നിരുന്നാൽ അത് ഈ പ്രദേശത്തുള്ളവർക്ക് കോട്ടയം മുതലേ ഇങ്ങോട്ടുള്ളതും അതുപോലെ തന്നെ ഹൈറേഞ്ചിലോട്ടുള്ള ഭാഗത്തും ഒത്തിരി പ്രയോജനം ചെയ്യുന്നതായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നിങ്ങൾ ചിന്തിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഡെവലപ്മെന്റ് നടത്തി തന്ന വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് ഒന്നുകൂടെ എടുത്ത് നന്ദി പറയാനായിട്ടുള്ളത്, ഒരു കുടുംബത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ അനുഭവം. അതിന് നിങ്ങളുടെ സേവനത്തിന് വളരെ നന്ദി. ഈ അവസരം തന്നതിനും വളരെ നന്ദി.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മന്ദമതി ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച് ഒരു സാക്ഷ്യം പറയാൻ കർത്താവിനിടയെ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാണ്. ദൈവത്തെ എല്ലാവരും നന്മയും സ്തുതിയും സ്തോത്രം കരയേറ്റുന്നു. ഞാൻ ജോസി അബ്രഹാം, തിരുവല്ല മെഡിക്കൽ മിഷൻ ബ്രാഞ്ച് മന്ദമതി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഇൻചാർജ് വർക്ക് ചെയ്യുവാണ്. എനിക്ക് തിരുവല്ല മെഡിക്കൽ ഹോസ്പിറ്റലിൽ പഠിക്കുവാനും അവിടെ ജോലി ചെയ്യാനും കർത്താവ് സാധിച്ചു. കഴിഞ്ഞ 5 ഹോസ്പിറ്റലിൽ വഴി നടത്തി. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ വലിയവനായ ദൈവം മന്ദമതി ഹോസ്പിറ്റലിൽ വഴി നടത്തി. ഓരോ ആവശ്യവും കൂട്ടായി കൃപ ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേക ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഇത്രത്തോളം പൂർത്തീകരിക്കാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. അത് അനേകരുടെ പ്രാർത്ഥന സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഓരോ ആഴ്ചയും നമ്മളവിടെ ഓരോ ഇവാഞ്ചലിസ്റ്റ് കടന്നു വരാറുണ്ട്. അവരെ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രാർത്ഥന കാര്യങ്ങൾ നയിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ലൊരു മാനേജ്മെന്റ് ദൈവം നമുക്ക് തന്നു. ഏത് പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ നല്ലൊരു മാനേജ്മെന്റ് ആവശ്യമാണ്. നമുക്ക് ദൈവം നല്ലൊരു മാനേജ്മെന്റ് ആണ് തന്നത്. ഒരുമിച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ ദൈവം അവർക്ക് ബലം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ വൈസ് ചെയർമാനും മന്ദമതി ബ്രാഞ്ചിന്റെ സെക്രട്ടറിയുമായ മിസ്റ്റർ സണ്ണി തോമസ് സാറാണെങ്കിൽ തന്റെ ബിസിനസ് സംബന്ധമായ തിരക്കൊക്കെ മാറ്റിവെച്ച് ഹോസ്പിറ്റലിന് വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുകയും ഹോസ്പിറ്റലിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു സാറാണ്. നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും സാറ് നമുക്ക് തരുന്നുണ്ട്. സാറും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒത്തിരി കൃപയും ബലവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ ജേക്കബ് അലക്സാണ്ടർ സാറാണെങ്കിലും വളരെ നിസ്വാർത്ഥമായി ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാറാണ്. സാറിന് ദൈവത്തിൽ കൃപ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാ ബോർഡ് മെമ്പേഴ്സിനും എല്ലാ സാറുമാരോട്ട് പ്രാർത്ഥിക്കുകയാണ്. ടോം സാർ, ബെന്നി സാർ, അവരൊക്കെ ദൈവം ഒത്തിരി കൃപകൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ദൈവർക്ക് ആവശ്യം എല്ലാ കൃപയും കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നിരവധി പേഷ്യൻസ് കടന്നു വരാറുണ്ട്. നമുക്ക് നല്ലൊരു ഡോക്ടറാണ് ദൈവം തന്നത്. അനവധി വർഷങ്ങളായി നമ്മുടെ മന്ദമതി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ബിജു ജോയ് സാർ ആണെങ്കിൽ നന്നായിട്ട് സേവനം അനുഷ്ഠിക്കാൻ സാറിനെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ കൃപയും ബലവും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന ഓരോ പേഷ്യന്റും അവരുടെ ശാരീരികത്തോട് തന്നെ ആത്മീയ സൗഖ്യവും മാറി യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടി മടങ്ങി പോകുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആണ് ഓരോ ദിവസവും ഉണ്ടാകാറുള്ളത്. അതെല്ലാ പേഷ്യൻസ് വളരെയധികം സഹായമായി തീരുന്നുണ്ട്. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്, ഓൾ നഴ്സസ്, ലാബ്, ഫാർമസി എല്ലാവരും ദൈവം ഇത്രത്തോളം കരുതി പൂർണ്ണതയോടെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് യാതൊരുമായി കഴിയുമ്പോൾ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. പ്രശംസയ്ക്ക് ഒന്നുമില്ല. ഓരോ ദിവസവും വരവനായി ദൈവം അടികൾ വഴി നടത്തുന്നു. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാണ്. ഇനിയും ഒരുമിച്ച് മുന്നേറുവാൻ ഒറ്റക്കെട്ടായി നിൽക്കുക ആവശ്യം എല്ലാ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റാന്നിയുടെ പ്രദേശത്ത് ഈ മന്ദമതി ഹോസ്പിറ്റൽ ഒരു താങ്ങായി തണലായി വളർന്നു വരുവാൻ എല്ലാ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. തുറന്ന് ഹോസ്പിറ്റലിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് എല്ലാവിധ മഹത്വവും സ്തോത്രം കരയറ്റുന്നു. ദൈവനാമത്തിന് സ്തോത്രം. എൻ്റെ പേര് ജോർജ്. ഞാൻ ന്യൂസിലൻഡിലെ ഡനീഡൻ എന്ന സ്ഥലത്ത് തിയേറ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. TMMന്റെ 86 വർഷം തികയുന്ന സാഹചര്യത്തിൽ നടത്തുന്ന സ്നേഹ കൂട്ടായ്മയിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. TMMനോടുള്ള ബന്ധത്തില് അനേക കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഞാൻ TMMലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ 2006-2010 വർഷത്തെ ബാച്ചില് BSc നഴ്സിംഗ് പഠിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അനേക നന്മകൾ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏറ്റവും വലിയ നന്മ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് മുഖാന്തരമായി തീർന്നത് TMMലെ എൻ്റെ വിദ്യാഭ്യാസവും അവിടെയുള്ള ഒരു ആത്മീയ അന്തരീക്ഷവുമാണ്. ദൈവം എന്നെ ആ സ്ഥാപനത്തിലേക്ക് നടത്തിയെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് അനേകർക്ക് അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഏകദേശം 6 മാസത്തോളം കോഴ്സ് തുടങ്ങി 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ വിദ്യാഭ്യാസം തുടങ്ങുവാനായിട്ട് സാധിച്ചത്. അവിടെ എല്ലാം ദൈവത്തിന്റെ ആ നടത്തിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനെല്ലാം ദൈവത്തിന് ഒരു വലിയൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
ഞാൻ അവിടെ ഈ ഒരു തീരുമാനത്തിൽ എത്തുമ്പോൾ അനേക സംശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഒരു ആത്മീയ വ്യക്തിത്വം എന്നോട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി 1000 ചുവടുകൾ വെക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നും എനിക്കത് പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവം 1000 അതിൽ മടങ്ങ് ചുവടുകൾ എനിക്ക് വേണ്ടി ദൈവം എടുത്തു വെച്ചു, എന്നെ കരുതി, എന്നെ പരിപാലിച്ചു എന്നുള്ളത്. എൻ്റെ ജീവിതം, ദൈവത്തിലൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ ഒരു വഴി ചൊവ്വായി തോന്നാം, എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. അങ്ങനെ നാശത്തിന്റെ വഴികളിലായിരുന്ന എന്നെ നിത്യജീവന്റെ വഴികളിലേക്ക് ദൈവം നടത്തി എന്നുള്ളത് ഇന്ന് എനിക്ക് അതിശയകരമായിട്ട്, അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശ്ചര്യകരമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്കും നിൽക്കുവാനായിട്ട് സാധിച്ചത് അതൊന്നുകൊണ്ട് മാത്രമാണ്. അതിന് മുഖാന്തരമായി തീർന്നത് ടീമം എന്ന സ്ഥാപനത്തിലെ എൻ്റെ ആ നീണ്ട 10 വർഷത്തോളം കാലമുള്ള പഠനവും ജോലിയും ഒക്കെയാണ്. ദൈവത്തിന്റെ വലിയേറിയ കരുതല് ആ നിലകളിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ആ നിലകളിൽ ആ സ്ഥാപനത്തെ ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്നതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അനേകർക്ക് വേണ്ടി ദൈവം ആ സ്ഥാപനത്തെ നിലനിർത്തിയിരിക്കാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു സ്നേഹ കൂട്ടായ്മ അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും സന്തോഷത്തിനും ഒക്കെ കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം മാറ്റപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് റീന അനു ചാക്കോ. ഞാൻ ഇവിടെ 14 വർഷമായിട്ട് TMM-ലെ നഴ്സിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. ലേബർ റൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടേഴ്സും സ്റ്റാഫും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ പേഷ്യൻസിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അവരുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടതായ പിന്തുണ നൽകുന്നത്. പ്രത്യേകിച്ച് വേദനയിലായിരിക്കുമ്പോൾ അവരെ ഞങ്ങൾ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടതായ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവർക്ക് വേദനയിലൊക്കെയും കൂടെ കടന്നു പോകുവാൻ ഞങ്ങൾ അവരെ ദൈവവചനങ്ങളൊക്കെയും പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ അവരോട് പറഞ്ഞ് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സും ഞങ്ങളും വളരെ സ്നേഹത്തോടെ ആണ് ഞങ്ങൾ വളരെ കോപ്പറേറ്റീവായിട്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഈ TMM-ലായിരിക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഒരു പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന പോലെ തന്നെ TMM-ന്റെ കുടുംബത്തിൽ ഞങ്ങൾ ആയിരിക്കുകയാണ് ഞാൻ. പിന്നെ എനിക്ക് 2018 ഒരു മെയ് മാസത്തില് ഒരു വയറിനകത്ത് ഒരു മാസ് പോലെ ഫീൽ ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഓവേറിയൻ മാസ് ആയിട്ട് കാണപ്പെടുകയും ചെയ്തു. ഇവിടെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തു. അത് ബയോപ്സിക്ക് വിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഒരു മാലിഗ്നൻസി കണ്ടു. അങ്ങനെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ പഴയ ചാപ്ലിൻ അങ്കിളും നമ്മുടെ ടീം പ്രത്യേകിച്ച് നഴ്സിംഗ് സൂപ്രണ്ട് മിസ് മിക്കവാറും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ ചാപ്പലിൽ അനൗൺസ് ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇൻചാർജന്മാരുടെ ഗ്രൂപ്പിൽ ഒക്കെയും എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നോട് കൂടെ എല്ലാവരും എൻ്റെ വേദനയിൽ പങ്കുചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. സർവശക്തനായ ദൈവം എനിക്ക് അതിൽ നിന്നൊക്കെയും വിടുതൽ തന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വേദനയിലായിരിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുവാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് എന്നെ ഇത്രത്തോളം പിന്നെയും വഴി നടത്തി എന്നെ ഇത്ര നിലനിർത്തുന്നു. എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ. സോറി. ഓക്കെ. ദൈവത്തിന് സ്തോത്രം. നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവാചകങ്ങൾക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ നാം കേട്ട സാക്ഷ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനായിട്ട് TMM ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ സണ്ണി തോമസിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സണ്ണി തോമസ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, ഈ സായാഹ്ന സമയത്തിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്നേഹ കൂട്ടായ്മ എന്ന പേരിൽ
ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കെല്ലാം കൂടി കർത്താവെ ദൈവത്തെ വാഴ്ത്തുവാൻ സ്തുതിക്കാൻ ഒരിക്കൽ കൂടി സാവകാശം നൽകുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിദേശ മിഷണറിമാരും ഞങ്ങളുടെ പിതാക്കന്മാരും സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തെ കർത്താവെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തെ ചെയർമാൻ, സെക്രട്ടറി, എല്ലാ ബോർഡുകളെ ഞങ്ങൾ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തിരുവല്ല ആശുപത്രിയും ബാളൂർ ആശുപത്രിയും കർത്താവെ മന്നവരി ആശുപത്രിയും കോളേജിനെയൊക്കെ അനുഗ്രഹിക്കണേ. അതിനെ സാമ്പത്തികമായി സഹായിക്കുന്ന അനേകരുണ്ട് കർത്താവെ, അവരെയൊക്കെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിനു വേണ്ടി ഇതിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, എല്ലാ സ്റ്റാഫിനെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് കർത്താവെ സമർപ്പണത്തോടുകൂടി ആ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നടക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ സൗരസ്വരങ്ങളെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവെ അവരിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവരെയും അവരെ കുടുംബത്തെയും ഈ സമയത്ത് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ. ഈ മീറ്റിംഗിലെ ശുശ്രൂഷ ചെയ്തവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കണം. ലോകമെങ്ങും പങ്കെടുത്ത, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ കർത്താവെ. തുടർന്നും ടീമിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണേ, സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരവും ഞങ്ങൾ ഒരിക്കൽ കൂടി തൃക്കയിൽ പരമേൽപ്പിക്കുന്നു. എല്ലാം വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. താങ്ക് യു സണ്ണി ബ്രദറെ. നമ്മുടെ സാക്ഷ്യം ടെസ്റ്റിമണി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അവർ ശുശ്രൂഷിച്ച ഭേദമായ രോഗികൾക്കും എന്താണ് പറയുവാനുള്ളത് എന്ന് നാം ഇപ്പോൾ കേൾക്കുവാൻ പോകുകയാണ്. ആ നിലയിൽ ഡോക്ടർ നിയോ നെയ്റ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ നെൽവി ജോർജ് മാത്യു, അദ്ദേഹം ചികിത്സിച്ച 23 ആഴ്ച മാത്രം പ്രായമായി ജനിച്ച ഒരു കുട്ടിയുടെ പിതാവ് മിസ്റ്റർ സുധീഷ് നായർ, പിന്നെ വേർഡ് ഫ്രം ഡോക്ടർ നിഖിൽ ഗ്ലാഡ്സൺ ന്യൂറോളജിസ്റ്റ്, പിന്നെ അദ്ദേഹം ചികിത്സിച്ച തമ്പി KI, അതുപോലെ തന്നെ അവസാനമായി ഡോക്ടർ ജെസ്സി ജോസഫ് സർജൻ. ഈ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം നാം കേൾക്കുവാൻ പോകുകയാണ്. ഡോക്ടർ നെൽബി ജോർജ് മാത്യു, സുധീഷ് നായർ, a word from Nikhil Gladson, Thambi KI and Jesse Joseph. ഇവിടെ നമ്മളെ NICU ടീം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മളുടെ ഇവിടെ ജനിച്ച 23 ആഴ്ച പ്രായമുള്ള ഒരു ജനിക്കുമ്പോൾ 23 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇന്ന് വീട്ടിൽ പോവുകയാണ്. 98 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം. ആദ്യ 18 ദിവസം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി, പിന്നെ അവൻ തനിയെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറുകയാണ്. ഇതിന് ഏറ്റവും ആദ്യം നമ്മൾ നന്ദി പറയുന്നത് ദൈവത്തോടാണ്. ഒരു 23 ആഴ്ചയുള്ള ഒരു കുഞ്ഞ് ജീവിതത്തിലോട്ട് വരണമെങ്കിൽ മാനുഷികമായതിനപ്പുറം ദൈവികമായ ഒരു കരം അതിന് അത്യന്താപേക്ഷിതമാണ്. ഈ കുഞ്ഞ് ജനിച്ച് വീണപ്പോൾ തന്നെ നമ്മൾ പേരൻസിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ള മാനുഷികമായത് 100% ഞങ്ങൾ ചെയ്യും, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ആ ദൈവത്തിനെ വിശ്വസിച്ച് നമ്മളും പേരൻസും മുന്നോട്ട് പോയി. ആ വിശ്വാസത്തിനും ദൈവവും ശാസ്ത്രവും ഒന്നു ചേർന്നപ്പോൾ ഒരു മിറാക്കിൾ ബേബി ഇന്ന് ജനിക്കുകയാണ്. അവൻ സന്തോഷത്തോടു കൂടി വീട്ടിൽ പോവുകയാണ്. എൻ്റെ പേര് സുധീഷ്, വൈഫ് പാർവതി. ഞങ്ങളിവിടെ ഡോക്ടർ കോശി ട്രീറ്റ്മെന്റിലായിരുന്നു എൻ്റെ വൈഫ് ഡ്യൂറിങ് പ്രഗ്നൻസി. അറൌണ്ട് 21 വീക്സ് ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു എമർജൻസി കണ്ടീഷനിൽ ഇവിടെ അഡ്മിറ്റ് ആയതാണ്. 2 ആഴ്ചത്തോളം ഞങ്ങൾ ബെഡ് റെസ്റ്റിലായിരുന്നു, ഇവിടെ അഡ്മിറ്റഡ് ആയിരുന്നു ബെഡ് റെസ്റ്റിൽ. ദെൻ ഓൺ മാർച്ച് 19th 23 വീക്ക് ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത് ബേബി ഡെലിവറായി. ഡെലിവറിയുടെ സമയത്ത് ബേബി 460 grams ആയിരുന്നു ആൻഡ് 23 വീക്സ് 0 days ജസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ തന്നെ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബേബിനെ. അപ്പോൾ മുതൽ ഇവിടുത്തെ NICUയുടെ ഡോക്ടർ നെൽബിയും ടീമും ഡോക്ടർ റോണി, ഡോക്ടർ ഡോക്ടർ മെർലിൻ ആൻഡ് ഡോക്ടർ റോസ്, ഇവരുടെ കംപ്ലീറ്റ് ടീമായിരുന്നു ബേബിയെ നോക്കിക്കൊണ്ടിരുന്നത്.
അറൌണ്ട് 19 ഡേയ്സോളം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ സ്റ്റേജ് കടന്നു വന്നു. ഇൻ ടോട്ടൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 98 ഡേയ്സ് ആയി. ഇപ്പോൾ ബേബി നോർമലാണ്. വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. 2.16 ആണ് വരെ വെയിറ്റ് എത്തിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നാളെ മിക്കവാറും ഡിസ്ചാർജ് ആവുകയും ചെയ്യും. ഇനീഷ്യൽ പീരീഡ് NICU-ലായിരുന്നപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു. ആൻഡ് ഡോക്ടർമാരുടെയും ശ്രമവും ഐ തിങ്ക് മോർ ഓവർ ദ സിസ്റ്റർമാരുടെ കെയറുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസിൽ ഉണ്ടാകുന്നത്. There were days when വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് സാച്ചുറേഷൻ ഒന്നും മെയിൻറ്റെയിൻ ആവാതെ കണ്ടിന്യൂസ് 8 hours ഷിഫ്റ്റിലൊക്കെ നഴ്സസ്മാരും കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള പീരീഡ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയമൊക്കെ ടെൻഷനുള്ള പീരീഡ് ആയിരുന്നു. പക്ഷെ ഡോക്ടർമാർ ഡെയിലി കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരും എങ്ങനെ പ്രോഗ്രസ് ഉണ്ട്. ആൻഡ് their efforts ആണ് ഇപ്പൊ കുട്ടി സുഖമായിരിക്കുന്നത്. അതെ, ശരിക്കും ഡോക്ടേഴ്സ്മാരോട് ഞങ്ങൾക്ക് ഭയങ്കര നന്ദിയുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് കോശി ഡോക്ടർ. 21 വീക്സ് ആയിരുന്നപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും അത് 23 വീക്സ് വരെ എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ ഒരു എന്താ പറയുക മോട്ടിവേഷനും ഡോക്ടറുടെ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സും ഒക്കെയാണ്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ. ബട്ട് ഗോഡ് ഹാഡ് അതർ പ്ലാൻസ്. എന്നാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വാവ ബേബി വാസ് ഇൻ ഡോക്ടർ നെൽവി ആൻഡ് ടീംസ് ഹാൻഡ്സ്. അത് ശരിക്കും അനദർ ബിഗ് ബ്ലെസ്സിങ് ദാറ്റ് വി ഗോട്ട്. നെൽവി ഡോക്ടർ റൈറ്റ് സ്റ്റാർട്ടിങ് മുതലേ എന്താ പറയാ ഞങ്ങളോട് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിഷ്യലി ഡോക്ടർ 24 വീക്സ് ഉള്ള ബേബീസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 23 വീക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു എന്ന് ഡോക്ടർ ഞങ്ങളോട് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ബട്ട് ആസ് ദ ഡേയ്സ് പ്രോഗ്രസ്ഡ് ഡോക്ടറിന് എന്താ പറയാ കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ച് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കും ഭയങ്കര എന്താ പറയുക ഹോപ്പ്ഫുൾ ആയിരുന്നു. പിന്നെ റിയലി സിൻസിയർ എന്ന് വെച്ചാൽ ഡോക്ടറുടെ ഈസ്റ്റർ ഹോളിഡേസ് കുഞ്ഞുങ്ങളുടെ വെക്കേഷൻസ് അതൊക്കെ വേണ്ടെന്ന് വെച്ച് അവൾക്ക് വേണ്ടിയിട്ടും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ നിന്നെ ഡോക്ടർ. സോ എല്ലാവരും ഫോർ ദാറ്റ് മാറ്റർ നഴ്സസ് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ പോലെ 8 hour ഷിഫ്റ്റിൽ കണ്ടിന്യൂസ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. ഞങ്ങൾ പോയി അവളെ കാണുമ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. ബിക്കോസ് അവളുടെ സാച്ചുറേഷൻ ഒട്ടും മെയിൻറ്റെയിൻ ആവാത്ത സമയത്തൊക്കെ ആയിരുന്നു. പിന്നെ അവര് നമ്മളെ വാവെ കാണാൻ ചെല്ലുമ്പോഴാണെങ്കിലും അവർ നമ്മളെ നല്ലപോലെ അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ നമുക്ക് നൽകുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് അതൊക്കെയാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ദേ മേഡ് ദ ജേർണി ഈസിയർ ഫോർ us. ബിക്കോസ് എൻ്റെ ഒരു ഇപ്പൊ എന്താണെങ്കിലും നമ്മളൊക്കെ കുറെ വായിക്കുകയൊക്കെ എടുക്കുകയോ ചെയ്യും. അതിലൊക്കെ പറയുന്നത് എന്താ പറയുക റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ശരിയാണ്. പക്ഷെ ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി ഇറ്റ് വാസ് ഈസിയർ ബിക്കോസ് ഓഫ് ഓൾ ദീസ് പീപ്പിൾസ് സപ്പോർട്ട് ആൻഡ് അവർ നമുക്ക് തന്ന ഒരു ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഓൾവേസ് ദെയർ യെസ്, ബട്ട് ഗോഡ്സ് ബ്ലെസ്സിങ്സ് വർക്ക് ചെയ്തത് ഇവരുടെ സപ്പോർട്ട് വഴിയാണ്. അതുകൊണ്ട് അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഡോക്ടർ നിഖിൽ ഗ്ലാഡ്സൺ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഏകദേശം 2 വർഷമായി ഞാനിവിടെ ആശുപത്രിയിൽ ജോയിൻ ചെയ്തിട്ട്. ഞാൻ പലപ്പോഴും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചാൽ ആദ്യം എന്നെ വിളിച്ചത് TMM ആയിരുന്നു. ഐ ഫെൽറ്റ് അതൊരു ദൈവിക പദ്ധതിയാണ് എന്നുള്ള എൻ്റെ ഒരു ഉറപ്പിലായിരുന്നു ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ ഇടയാക്കിയത്. കഴിഞ്ഞ 2 വർഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം TMM-ൽ വർക്ക് ചെയ്ത ഈ 2 വർഷം എൻ്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഒരു ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ നമുക്കൊരു വ്യത്യസ്തമായി എങ്ങനെ നിലകൊള്ളാം, വ്യത്യസ്തമായി കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് എങ്ങനെ ഇന്നത്തെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ, ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ സൗരഭ്യമായി നിലകൊള്ളാം എന്നതിൻ്റെ ഒരു ഉദാഹരണമായി
എൻ്റെ ഈ 2 വർഷത്തെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും. കാരണം ഞാൻ MD കഴിഞ്ഞപ്പം DM വിംസിലായിരുന്നു വർക്ക് ചെയ്തത്. അതിന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ 2 വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത്. രോഗികളുടെ സമീപനമായാലും, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ന്യൂറോ ഐസിയുവിൽ കടന്നുപോയ എൻ്റെ ഒരു ഡോക്ടർ കൊളീഗിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. താൻ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് കടന്നു പോയപ്പോൾ താൻ എന്നോട് പറഞ്ഞൊരു വാക്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് അമ്മയ്ക്കൊരു അസുഖമായിട്ട് ഞാൻ ഇവിടെയുള്ള മറ്റൊരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് വ്യത്യസ്തമായി ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പം സ്വന്തം അമ്മയെ പോലെ എൻ്റെ അമ്മയെ ഇവിടുത്തെ ന്യൂറോ ഐസിയുലെ സ്റ്റാഫ് നോക്കിയത്, അവരുടെ സമീപനം, എല്ലാ കാര്യങ്ങളിലും തൻ്റെ വളരെ നല്ല ഫീഡ്ബാക്ക് നൽകിയിട്ട് താൻ ഇവിടുന്ന് കടന്നുപോയത്. അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ എനിക്ക് തോന്നി കഴിഞ്ഞ 2 വർഷം എനിക്ക് പറയാനുണ്ടാവും. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ചുറ്റും പല വലിയ വലിയ ആശുപത്രികൾ ഉണ്ടാവാം. അതിനുള്ള കിടപിടിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും പലപ്പോഴും നമുക്കില്ല എന്നൊരു ഇൻസെക്യൂരിറ്റി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിന് വ്യത്യസ്തമായി ദ റെലവൻസ് ഓഫ് ദ ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഇന്നത്തെ മോഡേൺ വേൾഡിലെ, കോർപ്പറേറ്റ് വേൾഡിലെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എങ്ങനെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾക്ക് എങ്ങനെ ഒരു വ്യത്യസ്തമായി നിലകൊള്ളാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായി അതാണ് പ്രോബ്ലി TMMന്റെ ഒരു ഈ കാലഘട്ടത്തിലെ ഒരു റെലവൻസ് എന്ന് എനിക്ക് തോന്നലുണ്ട്. നമുക്ക് രോഗികൾക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ദൈവകൃപയുടെ ഒരു സ്പർശനം, ദൈവസ്നേഹത്തിന്റെ ഒരു അനുഭവം, അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ വളരെ സിക്കായിട്ട് വന്ന ഒരു മോൻ ഉണ്ടായിരുന്നു. താൻ വന്ന ദിവസം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ICUവിൽ അഡ്മിറ്റായി. പ്രോബ്ലി താൻ ഇവിടെ വലിയൊരു സീനൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു 2 ആഴ്ചയോളം അവരിവിടെ കിടന്നു. ഡിസ്ചാർജായി പോകുമ്പം തൻ്റെ ജീവിതം എന്നെ വളരെ വികാരാധീനമായിട്ടാണ് ഇവിടുന്ന് കടന്നുപോയത്. മറ്റൊരു ആശുപത്രിയിൽ നിന്ന് ലഭിക്കാത്ത ഒരു സ്നേഹം, മറ്റൊരു ആശുപത്രിയിൽ ലഭിക്കാത്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചു. ശരിക്കും ഹി വാസ് ആക്ച്വലി, താൻ സുവിശേഷത്താൽ സ്പർശിക്കപ്പെട്ടു. അതിനുശേഷം പലപ്പോഴും താൻ ഞങ്ങളുടെ മീറ്റിങ്ങിലെല്ലാം കടന്നു വരുവാനും ഇടയായി. തൻ്റെ ജീവിതം ആ ഒരു ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ ഈ ആശുപത്രി ഒരു മുഖാന്തരമായി എന്നെനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് മെഡിക്കൽ വേൾഡിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എങ്ങനെ റെലവെന്റ് ആക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ആക്ച്വലി നമ്മുടെ മുമ്പിലുള്ളത്. We have to be excellent, at the same time we have to be caring and compassionate enough by the love of Christ. ഈ 2 എക്സ്ട്രീംസിനെ മീറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കാം നമ്മുടെ മുമ്പിൽ ഇനിയുള്ള ഈ ഒരു 21ാം നൂറ്റാണ്ടിലെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചാലഞ്ച്. ദൈവം നമ്മളതിനെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. എൻ്റെ പേര് തമ്പിക്കായി. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് വഴിത്തലയിൽ താമസിച്ചുകൊണ്ട് പാലക്കുഴ സഭാബന്ധത്തിൽ സുവിശേഷ വേല ചെയ്തു വരുന്നു. എനിക്ക് 1919 ജൂൺ മാസം 1-ാം തീയതി വലത്തെ കാലിനൊരു വേദന ഉണ്ടായി. ഞാൻ അവിടെയുള്ള ഡോക്ടറെ കണ്ടത് തൻ്റെ നിർദ്ദേശപ്രകാരം നല്ലൊരു ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ജൂൺ മാസം 3-ാം തീയതി TMMൽ വന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ടിടയായി. ഇവിടുത്തെ ശുശ്രൂഷ ടെസ്റ്റിലൊക്കെ മനസ്സിലായത്, എനിക്ക് ഷുഗറുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ചികിത്സയിലായിരുന്നു. എന്നാൽ കാലിന് പഴുപ്പുണ്ട്, മുട്ടുതാഴെ വെച്ച് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. 4 ഓപ്പറേഷൻ ചെയ്തു. ഈ കാല് മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് വന്നത്. എന്നാൽ ഇത് പ്രയോജനപ്പെട്ടില്ല. ഞാൻ 50 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഈ 50 ദിവസം ഞാനിവിടെ ആശുപത്രിയിലായിരുന്നു. ഞാനൊരു രോഗിയായിട്ട് കിടക്കുകയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഭരിച്ചിട്ടേ ഇല്ല. കാരണം ഒരു കുടുംബത്തിലെ അന്തരീക്ഷം പോലെ നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത്. ഡോക്ടേഴ്സും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് പെരുമാറിയത്. അതുപോലെ തന്നെ നേഴ്സുമാരും മറ്റ് ജീവനക്കാരും എല്ലാവരും നല്ലൊരു സമീപനമായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ സ്നേഹത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഒരു വീട്ടിലെ അനുഭവം തന്നെയാണ് അവിടെയും കിട്ടിക്കൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നല്ലൊരു സഹകരണവും യാതൊരു പ്രയാസമോ ഒരു ഓപ്പറേഷനായിട്ടാണല്ലോ, സർജറിക്ക് വേണ്ടിയാണല്ലോ കയറിയുന്ന ഒരു ഭാരം അവിടെ വെച്ചും ഉണ്ടായിരുന്നില്ല. ICUലാണെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ വളരെ സ്നേഹത്തോടെ കരുതലോടെ തന്നെ ചികിത്സിച്ചു. നനഞ്ഞാൽ വരെ അവർ ഓടി വന്ന് വിവരങ്ങൾ അന്വേഷിക്കുകയും
വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ചെയ്യുവാനായിട്ട് ഇടയായി. തന്നെയല്ല, ഇതിലെ ഭരണസമിതി അംഗങ്ങളും ചുമതലക്കാരും മറ്റു സ്റ്റാഫുകളും എല്ലാം വളരെ സ്നേഹത്തോടും അവർ വന്ന് പ്രാർത്ഥിക്കുകയും സ്വീകരിക്കുകയും ബലപ്പെടുത്തുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കൂടാതെ ഇവിടെയുള്ള സുവിശേഷ ചാപ്ലിൻ സഹോദരൻ ജോൺലി സാം പണിക്കർ എല്ലായ്പ്പോഴും തന്നെ മറ്റു സുവിശേഷന്മാരോടും കൂടി വരികയും ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും എല്ലാ വിധത്തിലുള്ള സഹകരണവും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു നല്ല അനുഭവമായിരുന്നു. TMM എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ആശുപത്രിയിലെ എല്ലാ രോഗികൾക്കും പ്രത്യേക ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കെല്ലാം വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ കിട്ടുന്നത്. ഞാനിവിടുന്ന് കാല് മുറിച്ചതിന് ശേഷം പോയെങ്കിലും കാല് മുറിച്ചു എന്നുള്ള നിരാശയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഈ പ്രസ്ഥാനത്തെ ഓർത്ത് വളരെ ദൈവഭയത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇവാഞ്ചലിസ്റ്റ് തമ്പി എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ഏകദേശം 2 years ആയി. 2019 തോന്നുന്നു. പുള്ളി വരുമ്പോഴത്തേക്കിന് ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഒരു കാല് മുഴുവനും അൾസറേറ്റ് ചെയ്തിട്ട് ഡയബറ്റിക് സെപ്സിസ് ആയിരുന്നു. കാലിൻ്റെ ഉപ്പൂറ്റിയും പാദവും എല്ലാം അങ്ങ് നല്ലതായിട്ട് പഴുത്തു. കുറച്ച് ദിവസം ഞങ്ങൾ നോക്കി, ഡിബ്രൈറ്റ്മെൻറ്റും കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഒരു 2 weeks കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ഇവൻച്വാലിറ്റി ഉണ്ട് ഇങ്ങനത്തെ പഴുത്തു വരുന്ന കേസുകളിൽ. പഴുത്ത ഭാഗം മുറിച്ച് മാറ്റുക എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതൊരു മേജർ ആംപുട്ടേഷൻ ആയിരുന്നു. ബിലോനി എന്ന് പറയും. ആ കാല് മുട്ടിന് താഴെ വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റുക. ആ ഓപ്പറേഷനായി ഇദ്ദേഹത്തെ ചെയ്തത്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനൊന്നും വലിയ ഡിപ്രസ്ഡ് അല്ല ഞാൻ ഈ പേഷ്യനെ കണ്ടത്. പുള്ളി അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ നടന്നു. അനസ്തീഷ്യയില ചെയ്തത്. ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞൊരു 1 or 2 weeks ഇവിടെ സ്റ്റേ ചെയ്തു. മുണ്ടൊക്കെ കരിഞ്ഞാ പോയത്. പേഷ്യന്റെ മുഖത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിരുന്നു. കരിയുമോന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നേ. ബ്ലഡ് സപ്ലൈയുടെ പ്രോബ്ലം ആയിരുന്നു. ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് കരിയാതിരിക്കാനും ഉള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ ഈ പേഷ്യന്റ് ഒരു വളരെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ളത് കൊണ്ടായിരിക്കും ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ അത് കരിഞ്ഞു കിട്ടി. പുള്ളി പിന്നെ അത് കഴിഞ്ഞ് പോയി 2 months കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ വെച്ച് എന്നെ കാണാനും വന്നു. ഇടയ്ക്ക് നിന്ന് പോയോ? അത്രേ ഉള്ളെങ്കിലേ കാണാനും വന്നു. അത്രേ ഉള്ളൂ. ഓ, അത് ശരി, അത്രേ ഉള്ളു അല്ലേ? ഓക്കെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ തിരുവല്ലായിൽ നിന്ന് കേൾക്കുവാനിടയായി. സാക്ഷ്യം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡയാലിസിസ് പേഷ്യന്റ് ആയ മിസ്റ്റർ PC മാത്യു, അദ്ദേഹത്തോടൊപ്പം ബൈസ്റ്റാൻഡറായി നിന്ന് ജെയിംസ് ചെറിയാൻ, അവരുടെ സാക്ഷ്യവാചകങ്ങൾക്കായിട്ട് അവരെ ഞാൻ ക്ഷണിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ ചികിത്സയിൽ ആയിരുന്ന സമയത്ത് രക്ഷകനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ടിടയായ ഒരു പേഷ്യന്റ് ജിതിൻ സാം, അദ്ദേഹത്തിന്റെ സാക്ഷ്യവും ഇപ്പോൾ നമുക്ക് കേൾക്കുവാനുള്ള അവസരമാണ്. ജോസഫ് ചാണ്ടി, PC മാത്യു, ജെയിംസ് ചെറിയാൻ, ജിതിൻ സാം, ഇവരുടെ സാക്ഷ്യത്തിനായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ജോസഫ് ചാണ്ടി, അച്ചമ്മ എന്ന് വിളിക്കും. ഞാൻ 2008 ജൂണിൽ തുടങ്ങിയതാണ് ഡയാലിസിസ്. ആഴ്ചയിൽ 3 വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം ഇപ്പം ആഴ്ച 2 വെച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ നല്ല അനുഭവമാണ്. ഞാൻ ഇവിടെ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇച്ചിരി അടുപ്പമുള്ള ചിത്തപ്പുഴയുണ്ട്, അവിടെ ഞാൻ പോകാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ എനിക്ക് നല്ല കെയർ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങ് തുടരുന്നത്. ഇവിടെ കോഡ് പിടിച്ച് ഞാൻ ചിത്തപ്പുഴയായിരുന്നു. അപ്പം അവരെന്നെ ഉത്സാഹിപ്പിച്ച് അവിടെ ചെയ്യാം, അടുത്താ ഇല്ല ഞാൻ ഇവിടെ പോരുക എന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ ഇവിടെ തൊട്ട് തന്നെ പോരുകയായിരുന്നു. പിന്നെ ഹലോ, എൻ്റെ പേര് PC മാത്യു. ഞാൻ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, മെഡിക്കൽ മിഷനിൽ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 കൊല്ലത്തോളമായി. എനിക്ക് ഈ സ്ഥാപനത്തെ വളരെ താല്പര്യമാണ്. ഞാൻ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വൃത്തിയും കാര്യമൊക്കെ ഇവിടെയാണ്. സ്റ്റാഫും അതുപോലെ എല്ലാ കാര്യങ്ങളും ഡോക്ടറും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. മിഷനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ശുചിത്വമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് വളരെ താല്പര്യമാണ്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
എൻ്റെ പേര് ജെയിംസ് കൊടുന്തറ, സ്ഥലം കുമ്പനാട്. തിരുവല്ല മെഡിക്കൽ മിഷന്റെ സ്നേഹ കൂട്ടായ്മ എന്ന ഈ പ്രോഗ്രാമിൽ എനിക്കും ഭാഗഭാക്കാകുവാനായിട്ട് ഇടയായതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ ഭാര്യ മാതാവിൻ്റെ ഡയാലിസിസിനോടുള്ള ബന്ധത്തിലാണ് TMMുമായിട്ട് അധികമായിട്ട് അടുക്കുവാനായിട്ട് സാധിച്ചത്. ഏകദേശം 4 വർഷക്കാലമായിട്ട് എൻ്റെ ഭാര്യ മാതാവിനെ മറ്റൊരു ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് അടയ്ക്കുകയും തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടന്നു വന്ന് അവിടെ ഡയാലിസിസ് ചെയ്യുവാൻ തുടങ്ങുകയും ഇടയായി. ഏകദേശം 2-3 ഡയാലിസിസ് തിരുവല്ല മെഡിക്കൽ മിഷന്റെ യൂണിറ്റിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൽ ഉണ്ടായ ആ വലിയ ഒരു വ്യത്യാസം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായ ഒരു വ്യത്യാസം ഞങ്ങളെ തുടർന്നും ഇവിടെ ഡയാലിസിസ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുകയും അങ്ങനെ പ്രിയ മാതാവിൻ്റെ ഡയാലിസിസ് ഇവിടെ തന്നെ തുടരുകയുമാണ് ഉണ്ടായത്. കൂടാതെ എനിക്ക് പറയുവാനായിട്ട് സന്തോഷമുള്ള ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞതും നല്ല നിലവാരം പുലർത്തുന്നതുമായ ഒരു ഡയാലിസിസ് സിസ്റ്റവും ഡയാലിസിസ് യൂണിറ്റുമാണ് TMMൽ ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഒരു ദൈവിക സ്ഥാപനം ആയതിനാൽ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും, പ്രത്യേകിച്ച് ഡയാലിസിസ് യൂണിറ്റിലെ സ്റ്റാഫുകൾ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് എന്ന് എനിക്ക് നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് ഇടയായിട്ടുണ്ട്. തുടർന്നും ഈ സ്ഥാപനത്തെ ദൈവനാമ മഹത്വത്തിനായിട്ട് നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിജിൻ സാം. ഞാൻ 2019 വീഴുകയായിരുന്നു, കാല് തന്നെ വീഴുകയായിരുന്നു. അങ്ങനെ കൈക്ക് വലിയൊരു പൊട്ടൽ പറ്റി. പിന്നെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ വന്ന് കൈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് സുവിശേഷം കേട്ട് ഞാൻ രക്ഷിക്കപ്പെടുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ദൈവകൃപയാൽ ദൈവ പൈതലായി ജീവിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ കുന്നത്തുകാൽ മേരിയങ്കോട് ബ്രദറൻ സഭയിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കി. ഇപ്പോൾ നാം ഈ കേട്ട സാക്ഷ്യവാചകങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ ജോയിന്റ് ട്രഷറർ തോമസ് കോര അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി തോമസ് കോര ലൈവാ കേട്ടോ, ലൈവാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഐ ലവ് TMM കൊയറാണ് അടുത്തത്. ഞാൻ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വേണ്ട. അത് ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാട്ടിട്ടോളാം, വന്നോളൂ. ഓക്കെ. ഈ പാട്ട് മൊത്തം ഇപ്പൊ കേൾക്കണമെന്നുണ്ടോ? എനിക്കൊന്ന് നമുക്ക് നമുക്ക് ടൈം ഒന്ന് അറിയാമായിരുന്നു. ഞാൻ ആ ടൈം ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ടൈം കേട്ടോ, ഇതുകൂടെ അങ്ങ് കഴിഞ്ഞോട്ടെ സാർ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? When the oceans rise and run
താങ്ക് യു. ഇനിയുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് 2 പാട്ടുകളാണ്. ഓ അത് ശരി. Thank you. Praise the Lord. Okay, അടുത്തത് ഫെലിസിറ്റേഷൻ, ആശംസകൾ അർപ്പിക്കുവാനുള്ള സമയമാണ്. The first felicitation is by Brother George Matthew from Canada. George Matthew. It is an honor to be invited to say a few words in front of the distinguished assemblage of the board, the staff, and the well-wishers around the world. I do remember in my childhood hearing this name, Sai Pinde Ashupatri. Today I am so happy to see one of my own fellow believer from the same native village, Brother Colonel Alex Varghese, as the chairman of this hospital. Since the time of our late Dr. Namboodiripad, who visited USA and Canada to raise funds for this hospital, I could know more about the hospital and became
a well-wisher. I am so happy about this remarkable vision of this hospital, offering affordable medical services, providing spiritual counseling simultaneously, and thereby sharing the love and compassion of our Lord Jesus Christ. Today, we are on a milestone journey in the life of this hospital, as it is 86 years old. 86 years of dedicated, committed, and quality healthcare services given to the people in Kerala, especially in Travancore. Looking at the amazing growth of this hospital from its humble beginning to its current stage, we could all praise God and say, this is the Lord's doing. It is marvelous in our eyes. The hospital today is the fruit of collaborative efforts. We had gone through a terrible time in the last 2 years around the world. Doesn't matter whether in India or in America or in Canada, because of this COVID-19. And I'm so happy to hear and see the hospital became a source of comfort and hope to the community in large. Now we are challenged to make our own contribution as the hospital leaps and journeys towards 100 years in very few years and beyond. We should never ask what the hospital has done for me, but we should ask, what have I done for this hospital? Together, let us make a positive difference by joining hands and resources to make TMM Hospital better than today. Once again, thank you all, and God bless us all for who we are and what we do for and with this hospital. I take great pleasure on congratulating the entire TMM team, consisting eminent and caring staff, totally committed chairman, officials, board members, and the supporters around the world on this auspicious 86th anniversary of Thanksgiving. I am not mentioning any name, as a number of persons in this team are very dear to me. Above all, praise God. Thank you. Thank you very much, Brother George Matthew, for those lovely words of felicitation. The next felicitation is by Brother E.J. Stephen, who is the advisor of Bethany Hospital, Thane, Mumbai. E.J. Stephen. Warm greetings in the precious name of Jesus Christ, our Lord. It's indeed a remarkable occasion to remember the completion of 86 years of providing affordable health care to the evangelists and to the poor and to the downtrodden in Kerala through Tiruvalla Medical Mission Hospital. How much we ought to be grateful to God for sustaining this ministry for these years. Indeed, it's a beautiful testimony for the to the faithfulness of our God. Never in my lifetime I have realized the importance of a hospital bed, the availability of a hospital bed, than during this pandemic. There were people crying, they were dying for getting a bed. That was the situation we went through. How good it was that there is a TMM hospital which was available at that time to provide a medical help to the needy and crying patients.
Then came the scarcity of oxygen. Once again, we had spent sleepless nights till we got adequate supply of oxygen. May it also be the case with TMM, and I'm very happy that the TMM is setting up a new big oxygen plant. I want to mention three things about when I remember about TMM Hospital. One, the help and a refuge to the evangelists. In time of their health problems, there's a place where the evangelists, not only from Kerala, but across the country, could come in and obtain the medical help in various areas of specialization. Indeed, that was a great source of relief to the evangelists. Second, the gospel outreach efforts, the witnessing to the glorious gospel that's happening in the hospital through the chaplain and the staff and many others. TMM continues to be a beacon for the light of the glorious gospel of our Lord Jesus Christ. Third, affordable healthcare. I think the common man in Tiruvalla and in Kerala knows about the Saipinde Aspathri, where they can find a very affordable healthcare. While this healthcare is so expensive outside, TMM has been able to provide that help at a very affordable manner. That's indeed was the vision and the dream of the founders of this hospital. I thank God that that mission and the vision is being continued even now. So TMM is fulfilling a great need in the community in Tiruvalla. The scripture says that those who help the poor, they lend to the Lord, and the Lord will never be a debtor to anyone. He will bless their efforts bountifully. It's my earnest prayer that TMM will go forward in fulfilling the original vision and the mission of TMM. May the Lord God help those who lead the hospital, the management and the team to fulfill that vision and the mission of the hospital. And may it continue to provide the healthcare for so many years to come. May God bless these efforts. Thank you. Thank you, Brother Stephen, for those words of encouragement. Now we will have another testimony, a felicitation, then a testimony and a message. So for felicitation, I request Sister Grace Georgian from Dallas, USA, who was an alumnus from the School of Nursing. And for testimony, Evangelist Etikal Kunjimon, who was admitted in the hospital for treatment of COVID. And then for testimony come message, Evangelist Twinkle Paul, who was also admitted in the hospital for COVID treatment. So Sister Grace Georgian, Dallas, Evangelist Etikal Kunjimon, and Evangelist Twinkle Paul. My name is Grace. I'm a former student of TMM School of Nursing. My first memory of TMM was seeing Psalm 103 verse 3 written in English and in Malayalam at the front entrance of the old hospital while I was visiting someone in my childhood. It said, "Yehova ninte akrityamokkeയും മോചിക്കുന്നു, ninte sagala rogatheyum saukhyamaakkunnu." Back then, I did not know that I would become a student at TMM or even a nurse. Many years later, when I joined the TMM School of Nursing, these verses were still at the front entrance, which gave me the confidence that I'm in a mission hospital with Christian values. That's why I respect TMM and remain connected with that institution. The patient-centered healthcare moral and ethical principles I have learned from TMM have been a source of strength for me in various aspects of my life. The student life at TMM comprised of classroom learning, clinical rotations, as well as biblical training by our hostel warden, late SMA Pachama, and the chapel which was in the campus itself. The school administrative staff, Susamama,
Principal Sister T, Sister Valsa, Sister Korean, and all other tutors were actively involved with each student. Student life at TMM was not easy at all. We had to work hard in the nursing units and follow strict rules. Our nursing instructors often made us redo the assignments if they were not done correctly. We used to gripe about the workload, food, hostel accommodations, and all. But it made me strong when I had to face adversities in life. The impeccable nursing education I have received from TMM played an important role in pursuing higher education at various levels. I can say for sure many TMMers have been successful in their higher education and career. More than any of these, the most important fact I cherish about TMM is I have witnessed many students accepted Jesus Christ as their personal savior, as it was the mission of the founders of TMM. A lot of students from the 1950s onwards continue to keep in touch with each other even today. As we speak, we are in the process of raising an education fund as a reflection of our gratitude to the institution. I am proud of the alumni for their continued support and unity in this matter. Hopefully, we can launch that fund soon. A special thanks to the principal and administrator of the College of Nursing and the Board of Trustees in working along with us. I hope and pray that every student at TMM would feel as proud as I am for being a TMM student. Thank you for inviting me to join with this program. And I pray and hope that TMM will continue to rise up to higher horizons. May God bless TMM. Thank you. എൻ്റെ പേര് ഈട്ടിക്കൽ കുഞ്ഞുമോൻ എന്നാണ്. ഞാൻ കൊട്ടാരക്കരയിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്തു വരുന്നു. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് എനിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് അറിയാനുള്ള അവസരം ഉണ്ടായത്. അതിനുള്ള അടുത്ത ദിവസങ്ങളിൽ അല്പമായ പനിയും പ്രയാസവും ഉണ്ടായിരുന്നു. സംശയം കൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോഴാണ് പോസിറ്റീവാണെന്ന് അറിഞ്ഞത്. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ശരീരസ്ഥിതി മോശമായി തീർന്നു. ശ്വാസമുട്ടലൊക്കെ പുറപ്പെട്ടപ്പോൾ ഞാൻ കൊല്ലത്തുള്ള കോവിഡ് സെൻ്ററിലേക്ക് പോകാനിടയായി. അവിടെ ഒരാഴ്ച ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും എൻ്റെ സ്ഥിതി വളരെ മോശമായി. മരണഭയം എന്നെ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ ദൈവവചനം വായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിനെ പറ്റിയ സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് വരികിലും ചുറ്റും രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് നിലവിളിക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഞാൻ വായിച്ചപ്പോൾ 76-ാം സങ്കീർത്തനത്തിൽ നിന്ന് എനിക്ക് എന്നെ ശക്തിപ്പെടുത്തുന്ന ചില വേദഭാഗങ്ങൾ ലഭിച്ചു. ദൈവം അനുകൂലമായിരിക്കില്ലയോ, സദാകാലത്തേക്കും മറഞ്ഞിരിക്കുന്നുവോ, അവൻ കൃപ കാണിക്കാൻ മറന്നിരിക്കുന്നു എന്ന ഭാഗം എന്നെ ധൈര്യപ്പെടുത്തുകയും ഞാൻ ശക്തി പ്രാപിച്ച് വേഗത്തിൽ എനിക്ക് അവിടെ നിന്ന് പോരേണ്ട സാഹചര്യത്തെക്കുറിച്ച് ബോധ്യതയുണ്ടായി. അങ്ങനെ ഞാൻ മെഡിക്കൽ മിഷനിൽ സഹോദരൻ ജോൺലിയെയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കൊടുതറ ജെയിംസിനെയും ഞാൻ വിവരം മെസ്സേജ് മുഖാന്തരം അറിയിച്ചു. മെയ് മാസം 2-ാം തീയതിയാണ് രാവിലെയാണ് ഞാൻ ആ വിവരം അറിയിക്കുന്നത്. അവർ കൂട്ടായി ചേർന്ന് ആശുപത്രിയിൽ ബന്ധപ്പെട്ട് വേഗത്തിൽ തന്നെ എനിക്ക് വേണ്ട ക്രമീകരണം ചെയ്തു. വൈകുന്നേരം ഞാൻ പ്രത്യേക ആംബുലൻസിൽ കൊല്ലത്തുനിന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ സ്ഥിതി അവിടുന്ന് വന്നതിനേക്കാൾ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് ഇവിടെ അഡ്മിറ്റായി. ആശുപത്രിയിൽ നിന്ന് എനിക്ക് വേണ്ട എല്ലാ പരിചരണവും ലഭിച്ചു. എനിക്ക് മുൻപ് പരിചയമുണ്ടായിരുന്ന ഡോക്ടർ ഉമേഷാണ് എന്നെ നോക്കാനായി വന്നത്. അദ്ദേഹം എന്നെ കണ്ടിട്ട് പരിശോധിച്ച് പറഞ്ഞു, സാരമില്ല, ദൈവം സഹായിക്കും എന്ന് എന്നോട് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ഥിതിയുടെ അവസ്ഥ ഡോക്ടർക്ക് മനസ്സിലായി. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ വളരെ ബന്ധപ്പെട്ടാണ്, ഓക്സിജൻ്റെ സഹായം കൂടാതെ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോലും കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക്
എൻ്റെ ശ്വാസഗതിയിൽ വളരെ പ്രയാസത്തിലായിത്തീർന്നു. ICUയിലേക്ക് വേഗത്തിൽ മാറ്റി. അവിടെ നിന്ന് വേണ്ട പരിചരണങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. കർത്താവിൻ്റെ കൃപയാൽ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയുണ്ടായി. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെയുള്ള അനുഭവത്തിലൂടെ ഞാൻ ആ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഇഹലോകത്തിൽ ഉണ്ടായിരിക്കുമോ എന്ന് ഭയപ്പെടത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങളായിരുന്നു ഞാൻ നേരിട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ കരം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ TMM ഹോസ്പിറ്റലിലെ എല്ലാവിധമായ സഹകരണവും പിന്തുണയും അവരുടെ പ്രവർത്തനവും ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും അവരുടെ സമർപ്പണത്തോടുകൂടിയുള്ള സേവനവും എനിക്ക് വളരെ ആശ്വാസപ്രദമായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഡെവലപ്പായിക്കൊണ്ടിരുന്ന എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയിൽ മാറി വന്നു. അങ്ങനെ ഞാൻ 15 ദിവസത്തോളം ഇവിടെ ആശുപത്രിയിൽ കോവിഡ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചത് നല്ല പരിചരണമാണ്. ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ സൈഡിൽ നിന്നുമൊക്കെ നല്ല പരിചരണം എനിക്ക് ലഭിച്ചു, പ്രോത്സാഹനം ലഭിച്ചു. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ആശുപത്രി സംബന്ധമായി നല്ല നിലയിലുള്ള സഹകരണം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് കഴിയാത്തതായി യാതൊന്നും ഇല്ല എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ ഒരിക്കൽ ജനിക്കുന്നു. അവൻ അങ്ങനെ ജനിക്കുന്ന മനുഷ്യൻ ദൈവജനപ്രകാരം വീണ്ടും ജന്മം പ്രാപിക്കേണ്ടതാണ്. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച ഒരുവന് സ്വർഗത്തിൽ പോകാൻ കഴിയും. എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ആ വീണ്ടും ജന്മം കൂടാതെ ഇഹലോകത്തിൽ ഒരു ജന്മം കൂടെ ലഭിച്ചു എന്ന നിലയിൽ ഒരു പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് ഈ തന്ന ആയുസ്, ഈ പുതിയ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകൾ റാന്നി ഭാഗങ്ങൾ, ശബരിമാങ്കൽ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നു. വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഞെരുക്കമുള്ള ആളുടെ മധ്യത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ധാരാളം പേർക്ക് ആശ്വാസമായിരിക്കാൻ കഴിഞ്ഞ നാളിൽ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് ദൈവം വീണ്ടും ആയുസ് നൽകിയത് അങ്ങനെയുള്ള ദൈവജനത്തെ സംരക്ഷിക്കുവാനും അവരെന്നാൽ കഴിയുന്ന ശുശ്രൂഷകൾ അവരുടെ മധ്യത്തിൽ ചെയ്ത് അവരെ ഉദ്ധരിക്കുവാൻ എന്നെ ദൈവമാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ധാരാളം ശുശ്രൂഷകൾ ഞാൻ പേഴ്സണലായി ചെയ്യുന്നുണ്ട്. അവയൊക്കെ തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനോടും അതിന് ചുമതലക്കാരായ പ്രിയപ്പെട്ടവരോടും അതുപോലെ ഡോക്ടേഴ്സിനോടും നഴ്സസിനോടും ഒക്കെ ഉള്ള എൻ്റെ നന്ദി ഞാനിപ്പോൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഇപ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ട്, ഞാൻ ഹെൽത്ത് വളരെ ബുദ്ധിമുട്ടിലാണ്. സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാനോ അതുപോലെ നടക്കുവാനോ എഴുന്നേൽക്കുവാനോ ഒന്നും കഴിയുന്ന സാഹചര്യമല്ല. ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും ശ്വാസം മുട്ടൽ മാറിയിട്ടില്ല. കോവിഡിൻ്റെ അനന്തരഫലങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുന്നു. എന്തായാലും കർത്താവ് വിടുവിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. TMMൻ്റെ ഈ പ്രത്യേക ദിവസത്തിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ ഈ നിലയിൽ കടന്നു വരുവാനിടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറിയ പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നുള്ള ആ അത്ഭുതകരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുവാനായിട്ട് എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ അനേക ആഴ്ചകൾ കോവിഡ് ബാധിച്ച് ഈ TMM ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. എന്നാൽ അത്ഭുതകരമായ നിലയിൽ ദൈവം വിടുവിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി പിന്നെയും സംസാരിക്കുവാൻ, കർത്താവിന് വേണ്ടി പിന്നെയും എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുവാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏപ്രിൽ 18-ാം തീയതിയാണ് എനിക്ക് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ അത് മോശമായ അവസ്ഥയിലേക്കായി. ഏപ്രിൽ 21-ാം തീയതിയാണ് TMMൽ വന്ന് അഡ്മിറ്റ് ആകാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള ഒരു ആശുപത്രിയിലും അന്ന് അഡ്മിറ്റ് ആകാനായിട്ട് സാധിക്കാത്ത നിലയിൽ ആ ആശുപത്രികളെല്ലാം നിറഞ്ഞിരുന്നു.
ഈ പ്രദേശത്തുള്ളതായിരിക്കുന്ന ആശുപത്രികളും ഏകദേശം എല്ലാം നിറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എങ്കിലും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട്, ഈ ആശുപത്രിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ അഡ്മിറ്റ് ആകാനായിട്ടുള്ള സാവകാശവും സാഹചര്യവും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നു. 21-ാം തീയതി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയും ICUവിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ആ ICUവിൽ കടന്നു ചെന്ന ആ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. വളരെ ഭയാനകമായിരിക്കുന്ന നിലയിലുള്ള ഒരു അന്തരീക്ഷം. ശ്വാസം കിട്ടാതെ പിടയുന്നതായിരിക്കുന്ന രോഗികളാണ് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നത്. അവരുടെ നിലവിളികളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നെ ഏറെ ഭാരപ്പെടുത്തുകയും ഞാൻ ആകെ വളരെ ആശങ്കയിലും അതുപോലെ തന്നെ ഹൃദയഭാരത്തിലും ആകുകയും ചെയ്തു. എൻ്റെ മനസ്സ് വല്ലാതെ പതറി, മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു, തകർന്നു. അങ്ങനെ ഞാൻ വാസ്തവത്തിൽ മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ടിടയായി. വളരെയധികം മാനസികമായി തളർന്ന ആ അവസരത്തിൽ, മരണത്തെ മുഖാമുഖം കാണുന്നതായിരിക്കുന്ന ആ സമയത്ത്, ആരും കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ആരുമില്ലാത്ത ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായിരിക്കുന്ന ഒരു വാക്യം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നു. അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന വാക്യമാണ്. എൻ്റെ പലതരത്തിലുള്ളതായിരിക്കുന്ന ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഈ വാക്യം എന്നെ ഏറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന ആ വാക്യമാണ്. ആ വാക്ക് എന്നെ വളരെയധികം ശക്തിപ്പെടുത്തി. ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ എൻ്റെ സാച്ചുറേഷൻ ലെവല് എഴുതി കാണിക്കുന്ന ആ ബോർഡിനകത്തോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലേറെ ഭാരമായിരുന്നു. പിന്നെയും വലിയ ടെൻഷനിലേക്ക് ഞാൻ പോകുമായിരുന്നു. എന്നാൽ ഈ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ സകലവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് വളരെ ആശ്വാസം ലഭിക്കാനായിട്ടിടയായി. മാത്രമല്ല, ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഇരുന്നു കൊണ്ട് അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ആ ഹൃദയം തകർന്നുള്ളതായിരിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയുമാണ് എന്നെ ഇന്ന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാത്രമല്ല, ദൈവം മുഖാന്തരമായിട്ട് എടുത്ത് ഉപയോഗിച്ച അനേകരുണ്ട്. എന്നെ ചികിത്സിച്ചായിരിക്കും